സിബി ജോസഫ്, എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ? നോക്കൂ, വിമാനങ്ങൾ റദ്ദാക്കിയതായി ഇറാൻ സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല, എണ്ണവില അടക്കം കുതിച്ചുയരുന്നതിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് പ്രകൃതിവാതകങ്ങൾ, അത് ഇറാനെ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഘട്ടങ്ങളിലൊക്കെ കൂടുതൽ അർത്ഥത്തിൽ ആ മേഖല പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് ഒരു യുദ്ധം തുടങ്ങുന്ന സാഹചര്യത്തിൽ. എന്തൊക്കെയാണ് അത്തരം വിവരങ്ങൾ, സിബി ജോസഫ്? അജിംഷാദ്, ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ ഈ സംഘർഷ അവസ്ഥയിൽ ഏറ്റവും അധികം വിമാന സർവീസുകളെ ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് എയർ ഇന്ത്യ ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് എയർ ഇന്ത്യയുടെ 16ഓളം സർവീസുകൾ പൂർണ്ണമായും മുടങ്ങുകയോ അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. 16 സർവീസുകളെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ എയർ ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അതായത് ഇറാൻ്റെ ഈ വ്യോമപാത ഇറാൻ അടച്ചിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ എയർ ഇന്ത്യയുടെ മിക്ക സർവീസുകളും ഇത്തരത്തിൽ റദ്ദാക്കുകയോ അല്ലെങ്കിൽ വഴിതിരിച്ച് വിടുകയോ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്ന് ഇപ്പോൾ എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഇന്ത്യയിലെ വിമാന സർവീസുകളെയും ഈ ഒരു സംഘർഷം കാര്യമായി ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിൽ ലണ്ടനിൽ നിന്നും മുംബൈയിലേക്കുള്ള വിമാനം ഡൈവേർട്ട് ചെയ്തുകൊണ്ട് വീനിലേക്ക് വിട്ടിരിക്കുന്നു. ന്യൂയോർക്ക് ഡൽഹി വിമാനം ഷാർജയിലും, ന്യൂയോർക്ക് മുംബൈ വിമാനം ജിദ്ദ, അതുപോലെ തന്നെ ലണ്ടൻ ഡൽഹി വിമാനം മുംബൈയിലേക്കും മുംബൈ ലണ്ടൻ വിമാനം തിരിച്ച് മുംബൈയിലേക്ക് തന്നെ വിളിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. മുംബൈ ന്യൂയോർക്ക് വിമാനം മുംബൈയിലേക്ക് തന്നെ റിട്ടേൺ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഡൽഹി വാഷിങ്ടൺ വിമാനം ഡൽഹിയിലേക്ക് തിരിച്ച് വീണ്ടും റിട്ടേൺ ചെയ്തിരിക്കുന്നു. അങ്ങനെ അതോടൊപ്പം തന്നെ നിരവധി അങ്ങനെ ഡൽഹി, ന്യൂയോർക്ക്, ചിക്കാഗോ, ഡൽഹി, ലണ്ടൻ, ബംഗളൂരു, ലണ്ടൻ, ഡൽഹി അടക്കമുള്ള ലണ്ടനിലേക്കും വാഷിങ്ടണിലേക്കും ടൊറോണ്ടോയിലേക്കുമുള്ള വിമാനങ്ങൾ, ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും ഉള്ള വിമാനങ്ങളെല്ലാം നിലയും വഴിതിരിച്ചു വിടുകയോ അല്ലെങ്കിൽ തിരിച്ച് വീണ്ടും അതേ വിമാനത്താവളത്തിൽ തന്നെ ഇറങ്ങുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരിക്കുന്നു. അത് വിമാന സർവീസുകളെ പൂർണ്ണമായും ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ എയർ ഇന്ത്യ മാത്രമാണ് ഔദ്യോഗികമായി ഈ ഒരു വിവരം അറിയിച്ചിരിക്കുന്നത്. ഈ യാത്രക്കാർക്ക് ആവശ്യമായ കോമ്പൻസേഷനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾ നൽകുമെന്നും എയർ ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വ്യോമയാന മേഖല, വ്യോമപാത ഇറാൻ അടച്ചതിനെ തുടർന്നും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്നാണ് ഈ ഒരു സർവീസുകൾ വഴിതിരിച്ചു വിടുകയോ അല്ലെങ്കിൽ റദ്ദാക്കുകയോ ചെയ്തതെന്നുള്ളതാണ് അപ്പോൾ എയർ ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഇറാൻ സംഘർഷം അടക്കമല്ല തന്നെയും സംഘർഷം ഇത് വളരെ വലിയ രൂക്ഷമായ സാഹചര്യത്തിൽ ഈ രാജ്യത്തെ പ്രത്യേകിച്ച് ലണ്ടൻ, അതോടൊപ്പം തന്നെ മറ്റുള്ള ന്യൂയോർക്ക് അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള ഈ വിമാന സർവീസുകളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റ് വിമാന കമ്പനികളുടെ ഒരു ചാർട്ട് ഇപ്പോൾ വന്നിട്ടില്ല. ഇപ്പോൾ എയർ ഇന്ത്യയാണ് ആദ്യം തന്നെ ഇതിൽ പ്രതികരിച്ചിട്ടുള്ളത്. എയർ ഇന്ത്യയുടെ ഈ 17ഓളം സർവീസുകൾ ഇപ്പോൾ റദ്ദാക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അജിംഷാദ്.